ഈ ഒരു സ്പെഷ്യൽ വളമാണ് നമ്മൾ ഈ മെയ് മാസത്തിൽ ചേർക്കേണ്ടത്. ഈ ഒരു വളം ചേർത്താൽ മതി നമ്മുടെ ചെടികളൊക്കെ പൂക്കൾ കൊണ്ട് നിറയാനും, അതുപോലെ തന്നെ കാട് പിടിച്ച പോലെ പൂക്കൾ ഉണ്ടാവും, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പൂക്കൾ, അതുപോലെ തന്നെ നല്ലോണം ദിവസം വാടാണ്ട് നിൽക്കും, അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവും ചെയ്യും. കളേഴ്സിനൊക്കെ നല്ല ഒരു ഉതിപ്പ് കിട്ടും പൂക്കൾക്ക്. മെയ് മാസത്തിലാണ് ഈ ഒരു വളം ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഫെർട്ടിലൈസർ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം, പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ചേർക്കുമ്പോൾ ഞാൻ മുന്നേ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ പൂമുട്ടകളൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൂമുട്ടകളൊക്കെ ധാരാളം ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമ്മുടെ മെയ് മാസത്തിൽ ഈ ഒരു വളം ചേർത്താൽ മതി. ഇതിപ്പോൾ വെള്ള അടീനിയം പൂണ് നിറഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വളം ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് നമ്മുടെ അടീനിയം പൂക്കൾ നിറഞ്ഞുണ്ടാവണ സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ വളങ്ങളൊക്കെ ചേർത്താൽ മതി. ഇതിപ്പോൾ വെള്ള അടീനിയത്തിൻ്റെ വിത്താണ്, ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടായുള്ളത്. അപ്പോൾ നല്ല പച്ചപ്പിൽ വെള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്. കണ്ട, ഇത് നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട്. കണ്ട, അത് ലൈറ്റ് റോസ് കളറാണ്. ഇത് മഴ പെയ്തപ്പോഴാണ് പൂക്കളുടെ പെറ്റൽസിനൊക്കെ വെള്ളം നനഞ്ഞതിൻ്റെ ഒരു എഫക്റ്റ് ആണ് അത്. ഇതുപോലെ പൂക്കൾ മുട്ട് നിറഞ്ഞുണ്ടായി പൂക്കൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവാനും ഈ ഒരു വളം നമുക്ക് ചേർത്താൽ മതി. മെയ് മാസം സ്പെഷ്യലായിട്ട് 15 ദിവസം കൂടുമ്പോൾ ഈ ഒരു വളം ചേർത്താൽ മതി. നമ്മുടെ വീഡിയോയിൽ മുന്നേ ഒരേ മാസം ചേർക്കേണ്ട വളങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. എല്ലാവരും വീട്ടിൽ നാളികേരം ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ നാളികേരം വെട്ടുമ്പോൾ നമുക്ക് വെള്ളം കിട്ടില്ല. ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത്. നാളികേര വെള്ളം പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ കുറച്ച് നാളികേര വെള്ളമുള്ളൂ, ഇപ്പോൾ എത്രത്തോളം കിട്ടുകയെന്ന് വെച്ചാൽ അത്രയും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്നത്, നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന വെണ്ണീർ ചാരം എന്നൊക്കെ പറയില്ല, അതാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർത്ത് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഒരു ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം. അതിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അപ്പം തന്നെ ചെയ്യണം, ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഡൈലൂട്ട് ചെയ്ത് ചെടിയുടെ കടയ്ക്ക് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കടയൊക്കെ ഒന്ന് ഇളക്കി കളയൊക്കെ പറിച്ച് കളഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നല്ലോണം പൂക്കളുണ്ടാവും. ചാരം കൂട്ടി മിക്സ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ചതിന് ശേഷം ഡൈലൂട്ട് ചെയ്ത് ചേർക്കാം. നല്ലോണം പൂക്കൾ ഉണ്ടാവാനും അതുപോലെ പൂക്കൾ നല്ല വലുപ്പത്തിൽ ഉണ്ടാവാനും കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ് തോന്നിക്കാനും ഒക്കെ ഈ വളം ചേർത്താൽ മതി. മെയ് മാസത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഈ വളമാണ് ചേർക്കേണ്ടത് അടീനിയത്തിന്.